അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് രാമകൃഷ്ണേട്ടൻ. ആളുടെ വീട് ഇവിടെ അടുത്താണ്. നമുക്കൊന്ന് കയറി വെക്കാം. അംബാസഡർ ഉണ്ടോന്ന്. രാമകൃഷ്ണേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ചാവി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആള് ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹാൻഡ് ഗിയറിൽ വണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ ചാവി, 2 ചാവിൻ്റെ സ്ലോട്ട് ഉണ്ട്. പണ്ടെന്തോ അൾട്ടർ ചെയ്തപ്പോൾ വന്നാൽ തോന്നുന്നു. ഹീറ്റർ കുറച്ച് പ്രസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഒന്നുകൂടെ ഹീറ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗിയർ റിവേഴ്സ് എവിടെ വരുന്നതെന്ന് അറിയില്ല. രാമകൃഷ്ണേട്ടനോട് ചോദിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ബ്രേക്കൊക്കെ വളരെ കുറവാണ്. ഒരുപാട് കാലമായി വണ്ടി എടുത്തിട്ടെന്ന് തോന്നുന്നു. ഇത് ഫുൾ ബ്രേക്ക് ചവിട്ടിയതാണ് ഈ പോകുന്നത്. പക്ഷെ കുഴപ്പമില്ല, ആൾ ഓടുന്നുണ്ട്. ഇതിൻ്റെ ഗിയർ ഭയങ്കര രസമാണ്, പഠിച്ചു വരുന്നുള്ളത്. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹാൻഡ് ഗിയറുള്ള വണ്ടി ഞാൻ ഓടിക്കുന്നത്. ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ വരുന്നുണ്ട്. ഇത് രാമകൃഷ്ണേട്ടൻ്റെ വണ്ടിയാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാമകൃഷ്ണേട്ടൻ്റെ വീടിൻ്റെ അതിലൂടെ പോയപ്പോൾ വണ്ടി കണ്ടപ്പോൾ ഒരു റൗണ്ട് ഓടിക്കാൻ വേണ്ടി എടുത്താണ്. വണ്ടിയുടെ റിവേഴ്സ് ഗിയർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി. റിവേഴ്സ് ഗിയർ കാണാനില്ല, എനിക്ക് കിട്ടുന്നില്ല. ലാസ്റ്റ് രാമകൃഷ്ണേട്ടൻ ഇട്ടതെന്നാണ് ഇത് താഴത്തേക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇനിയിപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. റിവേഴ്സ് ചെയ്യാൻ ചിലപ്പോൾ പാടുപെടും. ഒന്നുകൂടെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഗിയറൊക്കെ ഓക്കെ, പക്ഷേ റിവേഴ്സ് ഗിയറിൻ്റെ ഒരു താഴേക്ക് അമർത്തി ചെയ്യാനാണ് പറഞ്ഞ് നോക്കണം. ഫസ്റ്റ് ഗിയർ വണ്ടി പോയി നോക്കട്ടെ. ക്ലച്ച് വളരെ മേലെ കിടക്കുന്നു. റണ്ണിങ്ങിലാണ് വണ്ടി. സൗണ്ട് കേൾക്കാൻ. ഡാഷ്ബോർഡൊക്കെ പഴയ മോഡലാണ്. ഹാൻഡ് ഗിയർ വരുന്നത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. എടുത്തിട്ട് കുറച്ച് ദിവസമായി വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാനുണ്ട് വണ്ടിയിൽ. നമുക്ക് പോയി നോക്കാം. തല ഇവിടെ മേലെ തട്ടുന്നുണ്ട്. ഇത് കുറച്ച് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, ഉണ്ടോയെന്ന് അറിയില്ല. സത്യം പറയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണാനില്ല. നമുക്ക് ഏതായാലും തിരിച്ചു പോയി നോക്കാം. ആദ്യം റിവേഴ്സ് ഗിയർ കിട്ടുമോ നോക്കാം. റിവേഴ്സ് അല്ല, റിവേഴ്സ് ഗിയർ കിട്ടി.
ഫസ്റ്റിലിടാം, പോവാം. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ റിവേഴ്സ് ഗിയർ എനിക്ക് കുറച്ച് പ്രശ്നമാണ് കിട്ടാൻ. ഈ ക്യാമറ ഇതും കൂടെ ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സൈഡിലാവും. ഏതായാലും തിരിച്ചു പോവാം. രാമകൃഷ്ണേട്ടൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടോ? ആദ്യം നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് പോവാം. കാരണം അവിടെ പോയിട്ട് റിവേഴ്സ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വണ്ടി ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര രസം. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓടിച്ച് നോക്കണം. ഇനി റിവേഴ്സ് ഗിയർ ഇട്ട് കളിക്കാം. റിവേഴ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. സ്റ്റാറിങ് ചെറിയ ടൈറ്റ് ഉണ്ട്. മെയിൻ ഇഷ്യൂ വരുന്നത് എൻ്റെ കാല് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കിട്ടുന്നില്ല. തന്നെയാണ്. വണ്ടി ഒരു സംഭവമാണ്, ഭയങ്കര ഇഷ്ടമായി. സംഭവം സൂപ്പറാ. കുറെ കാലമായി തോന്നുന്നത് ഇവിടെ അംബാസഡറെ ഇറക്കി പോയിട്ട്. രാമകൃഷ്ണേട്ടൻ എല്ലാവരും നോക്കുന്നുണ്ട്. രാമകൃഷ്ണേട്ടനെ അറിയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അംബാസഡറിനോട് ഇഷ്ടമുള്ളവരായിരിക്കാം. വണ്ടി ഫ്രണ്ട്ലി ആയി, ഗിയറൊക്കെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രാമകൃഷ്ണേട്ടന് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പോൾ നല്ല സ്മൂത്തായി, കൂളായിട്ട് ഒറ്റ കൈ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മോഡലായി. രാമകൃഷ്ണേട്ടൻ്റെ വീട്ടിലേക്ക് ഇടാൻ പോവാണ്. പോവാനായി. ഞാനിപ്പോൾ വണ്ടി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്, ബാറ്ററി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സൂപ്പർ വർക്കിംഗ് ആണ്. ഇതിൻ്റെ എൻജിനും കൂടെ ഒന്ന് കാണാം നമുക്ക്. ഇതാണല്ലേ ഇത്? യെസ്. BMCയുടെ എഞ്ചിനാണ്, പുതിയ ബാറ്ററി ഒക്കെ വെച്ചിട്ടുണ്ട്. ഡീസൽ എഞ്ചിനാണ്, അൾട്ര ചെയ്ത് പോയതാണ്. എൻ്റെ വണ്ടിയുടെ ആ സെയിം ടൈമിൽ തന്നെ ഇതിൻ്റെ എഞ്ചിൻ മാറിയത് തോന്നുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വിടാം. ലൈനോട് ബൈ പറയേണ്ട ടൈമായി. ശരി എന്നാൽ.